ഗുരുവായൂർ അമ്പലവും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 ക്ഷേത്രങ്ങളാണ്. നമുക്ക് ഈ 2 ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യം ഒന്ന് നോക്കാം. ടിപ്പു സുൽത്താൻ മലബാറിൽ പടയോട്ടം നടത്തിയിരുന്ന സമയത്ത് ഗുരുവായൂരിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, കോഴിക്കോട് തളി മഹാക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അവയിൽ പലതും പിൽക്കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടെങ്കിലും ചിലതിൽ ഇന്നും ആ പടയോട്ടത്തിൻ്റെയൊക്കെ പാടുകൾ കാണാം. ഗുരുവായൂർ ക്ഷേത്രവും ടിപ്പുവിൻ്റെ പടയാളികൾ തകർത്ത് കളയുമോ എന്നുള്ള ആശങ്ക അവിടുത്തെ ഭക്തരിലുണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രം തകർക്കപ്പെട്ടാലും കുഴപ്പമില്ല, പാതാളാഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം തകർക്കപ്പെട്ടാൽ അതുപോലെ ഒരെണ്ണം പിന്നീട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ക്ഷേത്രം ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിനെയും തന്ത്രി, ഓദിക്കന്മാർ, ശാന്തിക്കാർ, കഴകക്കാർ തുടങ്ങിയവരൊക്കെ വിവരം അറിയിച്ചു. അങ്ങനെ അപകടം മനസ്സിലാക്കി അവർ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം അന്വേഷിച്ച് നടന്നപ്പോഴാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി അറിയുന്നത്. അമ്പലപ്പുഴ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹം അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് തിരുവിതാംകൂർ രാജാവിൻ്റെ അനുമതി വേണമായിരുന്നു. ധർമ്മരാജ എന്ന പേരിൽ പ്രസിദ്ധനായ കാർത്തിക തിരുനാൾ രാജവർമ്മയായിരുന്നു അപ്പോഴത്തെ തിരുവിതാംകൂർ രാജാവ്. അങ്ങനെ അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുവരാൻ അദ്ദേഹം തന്ത്രിക്കും മൂരാളന്മാർക്കൊക്കെ അനുമതി നൽകി. അങ്ങനെ ഘോഷയാത്രയായിട്ട് വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ചു. അവിടെ ശ്രീകൃഷ്ണക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പഴയ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ കൊട്ടാരമായിരുന്ന തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും ഒക്കെ പണിതിട്ട് ഗുരുവായൂരപ്പനെ അവിടെ താൽക്കാലികമായിട്ട് കുടിയിരുത്തി. ഇന്നും ആ അമ്പലപ്പുഴയിൽ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും ഒക്കെ ഉണ്ട്. പിന്നീട് കുറച്ചു കാലം മാവേലിക്കരയിലെ എണ്ണക്കാട്ട് കൊട്ടാരത്തിലും ഗുരുവായൂരപ്പനെ കുടിയിരുത്തി. അതിനുശേഷമാണ് ഗുരുവായൂരിലേക്ക് വിഗ്രഹം കൊണ്ടുവരുന്നത്. ഇപ്പോഴും അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം എഴുന്നള്ളിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന് വടക്കേ നടക്കേ മുകളിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കണതാണ്. ഇത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമാണെന്നാണ് ഭക്തർ വിശ്വസിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ ഉച്ചപൂജ അമ്പലപ്പുഴയിലെ ഉച്ചപൂജയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുകയും അത് കഴിഞ്ഞ ഉടനെ നട അടയ്ക്കുകയും ചെയ്യുന്നു. ഗുരുവായൂരിലെ ഉച്ചശീവേലി വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് നടത്തുന്നത്. ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ അമ്പലപ്പുഴയിൽ എത്തുന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വാസം.